السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة والتسليم على سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين وبعد. കിതാബുൽ അവാമിൽ നഹ്വിൻ്റെ കിതാബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബ്. സർഫിൻ്റെ ഭാഗമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്, മീസാന്, അജ്നാസ്, സഞ്ചാന്. ഇനി നമുക്ക് നഹ്വാണ് തുടങ്ങുന്നത്. ആ നഹ്വ് തുടങ്ങുന്നതിൻ്റെ മൊത്തം നഹ്വ് എന്ന് പറയുന്നത് സർഫും നഹ്വും കൂടി കൂടിയതിനേക്കാണ് സാധാരണ നമ്മൾ നഹ്വ് എന്ന് പറയും, ഗ്രാമർ എന്നുള്ള അർത്ഥത്തിലേക്ക്. ഇതിൽ സർഫ് ഒരു ഭാഗം, നഹ്വ് ഒരു ഭാഗം. പദങ്ങളെക്കുറിച്ച്, ഒരു പദത്തിൽ നിന്ന് വ്യത്യസ്ത പദരൂപങ്ങളെ എങ്ങനെ നിർമ്മിക്കാം എന്നതാണ് സർഫിൽ നമ്മൾ പഠിച്ചത്. എന്നാൽ ഈ പദങ്ങൾ എങ്ങനെയാണ് ഇറാബ് ചെയ്യേണ്ടത്, ഇറാബ് എങ്ങനെ വരും, അതിൻ്റെ ബിനാ അവസാനം എന്താണ്, ഇതാണ് അവാമിൽ പഠിക്കുന്നത്. അപ്പം ഇറാബ് ഓരോ പദത്തിലും ഓരോ ആമിൽ പ്രവേശിക്കും. ആമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമില യഅമലു, അമില എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു, അമൽ ചെയ്തു. ഈ അമലു എന്ന് പറഞ്ഞാൽ അമൽ ചെയ്യും. അമലൻ ഫഹുവ ആമിലുൻ, ആമിലു എന്ന് പറഞ്ഞാൽ അമൽ ചെയ്യുന്നവൻ, അമൽ ചെയ്യുന്നത് എന്നാണ് അർത്ഥം, പ്രവർത്തിക്കുന്നത്. അവാമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്നവ, പ്രവർത്തിക്കുന്ന ഒന്ന് മാത്രമല്ല, ധാരാളം പണിയെടുക്കുന്ന ജോലിക്കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആമിൽ പറഞ്ഞാൽ ഒരു ജോലിക്കാരൻ, ഒരു ജോലി ചെയ്യുന്ന വസ്തു. അവാമിൽ ജോലിക്കാരൻ. അപ്പം ഒരുപാട് പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന പ്രത്യേകമായ ഒരുപാട് ഹർഫുകളും ഇസ്മുകളും ഒക്കെയാണ് ഇതിൽ കാര്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഈ ഹർഫ് വന്നാൽ എന്ത്? ഇപ്പം ഫിദ്ദാരി, അദ്ദാറ, ഇന്നദ്ദാറ എന്ന് പറയും. ഇന്നദ്ദാറ, തീർച്ചയായിട്ടും വേർഡ് ഇന്ന വന്നാൽ അദ്ദാറ, അതിൻ്റെ അവസാനത്തിലുള്ള ഇറാബ് അദ്ദാറ എന്ന് നസ്ബ് ചെയ്തു. ഇനി ഫിദ്ദാരി എന്ന് പറഞ്ഞാലോ, ഫി വന്നപ്പം അദ്ദാരി അവസാനം ജിറ് ചെയ്തു. ഇങ്ങനെ ഇപ്പൊ ഇവിടുത്തെ ഇന്ന എന്നുള്ളത് ഒരു ആമിലാണ്, ഫി എന്നുള്ളത് മറ്റൊരു ആമിലാണ്. ഇതുകൾക്കാണ് ആമിലുകൾ എന്ന് പറയുക. അപ്പം ഇന്ന എന്നുള്ള എനിക്കൊരു ജോലി ഉണ്ട്. എന്താണ് ആ ജോലിക്കാരൻ്റെ പണി? അവസാനത്തിലേക്ക് നസ്ബ് ചെയ്യുക എന്നാണ്. ആ പ്രവേശിച്ചത് ഏതൊരു ഇസ്മിലാണോ ആ ഇസ്മിലേക്ക് അവസാനം നസ്ബ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ജോലി. അപ്പം ആമിലാണ് ഇന്ന ജോലിക്കാരൻ. അദ്ദാറ എന്ന് പറഞ്ഞതോ ഇന്നദ്ദാറ, അവിടെ നസ്ബ് വന്നു, അതാണ് അവിടുത്തെ അമല്. എന്നതുപോലെ ഫീ എന്ന് പറഞ്ഞത് മറ്റൊരു ജോലിക്കാരനാണ്. അതിൻ്റെ ജോലി എന്താ? ജെറു ചെയ്യുക. അപ്പൊ ഫിദ്ദാരി എന്ന് പറയും. അതാണ് ആമില് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ജമ്മാണ് അവാമിൽ. അപ്പൊ 100 ആമിലുകളെ സംബന്ധിച്ചാണ് നമ്മൾ ഈ കിതാബിൽ പഠിക്കുന്നത് ഏകദേശം. അൽഹംദു, സർവസ്തുതിയുമാവുന്നത് ലില്ലാഹി, അള്ളാഹുവിനിക്കാണ്, റബ്ബിൽ ആലമീന, ലോകരക്ഷിതാവായ. അഫ്ളലു സ്വലാത്തി, സ്വലാത്തിൽ വെച്ച് ഏറ്റവും അഫ്ളലായത്, തസ്ലീമി, തസ്ലീമിൽ വെച്ചും ഏറ്റവും അഫ്ളലായത്, അലാ സയ്യിദിന, നമ്മുടെ നേതാവിൻ്റെ മേലുണ്ടാവട്ടെ, മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലും, ആലിഹി, അവിടുത്തെ കുടുംബക്കാരുടെ മേലും, സഹബി, അവിടുത്തെ സഹാബിമാരുടെ മേലും, അജ്മഈൻ, ഈ പറയപ്പെട്ട എല്ലാവരും മേലും, ബഅദു, ബിസ്മില്ലാഹിി സ്വലാത്തു വസ്സലാം ചൊല്ലിയതിനു ശേഷം ഇതിലൊക്കെ ഒരുപാട് വിശദീകരിക്കാണ്ട് തർക്കീബുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക്. ഇത് ആദ്യം ഇതിൻ്റെ ആമിലുകളാണ് നമ്മളെ ഫസ്റ്റ് പാഠത്തിൽ. ഇതൊന്ന് ശരിക്കൊന്ന് അർത്ഥം വെച്ച് അതിൽ പറയുന്ന ആമിലുകളൊന്ന് കാണാതെ പഠിക്കുക, ഒന്നാമത്തെ ഓത്ത്. അത് കഴിഞ്ഞിട്ട് അതൊരു 10 ദിവസത്തെ ഓത്തുകൊണ്ട് തീരും. അത് 10 ദിവസം ആകെ ഈ അവാമിൽ നമ്മൾ ഓതാനുള്ളൂ. ആ ഒരു 10 ദിവസം നമ്മൾ 1 മണിക്കൂർ അല്ലെങ്കിൽ ചുരുങ്ങിയതിൽ അരമണിക്കൂറെങ്കിലും ചെലവഴിച്ചാൽ നഹ്വിൻ്റെ പകുതി ഭാഗം ഇതിൽ നിന്ന് കിട്ടും. ബാക്കിയൊക്കെ എല്ലാം കൂടി പഠിച്ചാൽ പകുതിയുള്ളൂ. നമുക്ക് ഈ ഒരു അവാമിൽ ശരിക്ക് പഠിച്ചാൽ തന്നെ നഹ്വിൻ്റെ പകുതി കിട്ടും. അപ്പോൾ അതിനെന്താ വേണ്ടത്? ഒരു 10 ദിവസം നമ്മൾ അരമണിക്കൂർ വെച്ച് ചിലവാക്കിയാൽ, 5 മണിക്കൂർ ചിലവാക്കിയാൽ അറബി വ്യാകരണത്തിൻ്റെ നല്ലൊരു ശതമാനം നമുക്ക് കിട്ടും. അത് കാണാതെ പഠിക്കും വേണം, അല്ലാതെ അതിങ്ങനെ വായിച്ചു പോയിട്ട് കാര്യമില്ല. പിന്നെ ആദ്യം ഓത്ത് 10 ദിവസം ഓതി, പിന്നെ വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് ഓത്ത് ഒന്നും കൂടി ഈ തെർക്കീബും ഇറാബൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു ഓത്ത് വേണമെങ്കിൽ അങ്ങനെ ഓതാം. അങ്ങനെയാണ് സാധാരണ ചിലവർ ഒരു ഒത്ത് തന്നെ എല്ലാം പറഞ്ഞു പോകും. അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ രണ്ടാമത് ഒത്തിൻ്റെ ആവശ്യമില്ല. അതല്ല, ആദ്യം എല്ലാം ഒന്ന് വിശദമായി ഒന്ന് പറഞ്ഞു പോയി ആമിലുകളൊക്കെ പഠിച്ചു പോവുകയാണെങ്കിൽ രണ്ടാമത്തെ ഒത്തും കൂടി ചിലപ്പം ഓതണം. ചില ഉസ്താമാർ രണ്ടൽക്ക് ഓതി കൊടുക്കുന്ന ഉസ്താമാരുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ജുർജാനി റളിയല്ലാഹു അൻഹു, ജുർജാനി ഇമാമാണ് ഈ
അവാമിലിൻ്റെ മുസന്നിഫ്. ഹിജ്റ 400 ജനിക്കുകയും ഹിജ്റ 471 വഫാത്താകുകയും ചെയ്ത വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ നഹ്വിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം ലോകം അംഗീകരിച്ച ഏറ്റവും വലിയ ഒരു ഭാഷാ കിതാബ് നഹ്വിൻ്റെ കിതാബ് ഒന്ന് നമ്മൾ ഓതുന്ന അവാമിൽ. പിന്നെ അതേപോലെ തന്നെ ഈലാഹ് എന്ന് പറയുന്നൊരു കിതാബുണ്ട്. കിതാബുൽ ജുമലുണ്ട് അദ്ദേഹത്തിനിക്ക്. അദബിൽ പിന്നെ അദ്ദേഹം ഉലൂമുൽ ഖുർആനിൽ ഇജാസുൽ ഖുർആൻ എന്ന് പറഞ്ഞ കിതാബ് രചിച്ചിട്ടുണ്ട്. റിസാലത്തു ഷാഫിയ ഫിൽ ഇജാസ് എന്ന് പറഞ്ഞ മറ്റൊരു കിതാബ്, ദലാലുൽ ഇജാസ് ഉണ്ട്, അസ്റാറുൽ ബലാഗ ഇൽമുൽ ബലാഗയെ സംബന്ധിച്ച് ആ കിതാബുണ്ട്. ഒരുപാട് കിതാബുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അദ്ദേഹം വലിയ സൂഫിയും വലിയ ആബിദും വലിയ ആലിമുമായ വലിയൊരു മഹാനായ പണ്ഡിതനായിരുന്നു. ഇമാം ജുർജാനി ഇമാമിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ശരിക്കും ഈ കിതാബിനെ നഹ്വൊക്കെ ശരിക്കും ഒന്ന് പഠിക്കാനും അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് തരട്ടെ. ഫഅലം, നീ അറിയുക യാ അഖി, എൻ്റെ സഹോദര, വഫഖക അല്ലാഹ്, അല്ലാഹു തആല നിനക്ക് തൗഫീഖ് നൽകട്ടെ, വയ്യാന നമുക്കും, ലി മർളാതിഹി, അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. അന്ന നഹ്വ, തീർച്ചയായിട്ടും നഹ്വ്, ഇൽമും ബി ഉസൂലിൻ, ചില അടിസ്ഥാന നിയമങ്ങളെ അറിയലാണ്. യുറഫു, എങ്ങനെ ചില അടിസ്ഥാന ഉസൂലുകൾ എന്ന് പറഞ്ഞാൽ എന്താ? യുറഫു ബിഹ, ആ അടിസ്ഥാന നിയമങ്ങളെ കൊണ്ട് അറിയപ്പെടും. അഹ്വാലു അവാഖിരിൽ കെലിമി, കെലിമത്തുകളുടെ അവസാനങ്ങളിലെ അവസ്ഥകളെ സംബന്ധിച്ച് അറിയപ്പെടും. അഹ്വാൽ ഹാലിൻ്റെ ജമ്മാണ് അഹ്വാൽ, അവാഖിർ ആഖിറിൻ്റെ ജമ്മ അവാഖിർ, അൽ കെലിമ് കെലിമത്തിൻ്റെ ജമ്മാണ് കെലിമ്. അപ്പോൾ അഹ്വാലു അവാഖിരിൽ കെലിമി, കെലിമത്തുകൾ എന്ന് പറഞ്ഞാൽ പദങ്ങൾ, പദങ്ങളുടെ അറബി പദങ്ങളുടെ അവസാനങ്ങളിലുള്ള അതിൻ്റെ അവസ്ഥാവിശേഷങ്ങൾ. അതെങ്ങനെ അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഇഅ്റാബ് വേണോ, അതല്ല അവിടെ ബിനാ ആണോ വേണ്ടത്? ഇഅ്റാബ് ആണെങ്കിൽ ഏത് ഇഅ്റാബ് കൊടുക്കണം, എങ്ങനെ, അതല്ല ഹർഫുകളെ കളയപ്പെടണോ? ഇതെല്ലാം പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ് നഹ്വിൽ വിശദമായി പഠിക്കാനുള്ളതാണ്. വൽ കെലിമാത്തു സലാസത്തു അൻവാഇൻ, കെലിമത്തുകൾ 3 ഇനം. അറബി പദങ്ങളെ നമ്മൾ ശരിക്കും പരിശോധിച്ചാൽ, കെലിമത്ത് എന്ന് പറഞ്ഞാൽ ഒരു പദം, ആ പദത്തിലേക്ക് അർത്ഥമുണ്ട്. ചിലപ്പോൾ സ്വന്തമായി അർത്ഥം ഉണ്ടാവും, ചിലപ്പോൾ 2-3 പദങ്ങൾ കൂടിയാൽ മറ്റൊരു അർത്ഥം ഉണ്ടാവും, കൂടുമ്പോൾ അർത്ഥം, പിന്നെ ഹർഫൊക്കെ പോലെ. അങ്ങനെയുള്ള പദങ്ങളും അറബി ഭാഷയിൽ എല്ലാ പദങ്ങളും ചേർന്നാൽ അത് 3ൽപ്പെട്ട ഒന്നായിരിക്കും. എന്താ? അതാ വൽ കെലിമാത്തു, കെലിമത്തുകളാകുന്നത് സലാസത്തു അൻവാഇൻ, അത് 3 ഇനങ്ങളാകുന്നു. ഇസ്മുൻ, അതിൽ നിന്ന് ഒന്നാകുന്നത് ഇസ്മുൻ, ഇസ്മാണ്. ഏതുപോലെ? കസെയ്ദിൻ, സെയ്ദ് പോലെ. സെയ്ദ് എന്ന് പറഞ്ഞാൽ ഒരാളെ പേര്, ഇസ്മ്. വ ഷജർ, ഒരു മരത്തിൻ്റെ പേര്, മരം. ഇതൊക്കെ ഇസ്മുകളാണ്. ഇപ്പോൾ ഫിഅലുൻ, രണ്ടാമത്തത് ഫീലാകുന്നു. ഏതുപോലെ? ലറബ, ലറബ പോലെ. യദ്രിബു, യദ്രിബു പോലെ. ലറബാവിനെ പിടിച്ചടിച്ചു, യദ്രിബാവിനെ പിടിച്ചടിക്കും. അതാണ് ഫിഅല്. വ ഹർഫുൻ, മൂന്നാമത്തത് ഹർഫാണ്. ഏതുപോലെ? ഹൽ, ഹൽ പോലെ. വ ബൽ, ബൽ പോലെ. വ ഖദ്, ഖദ് പോലെ. വ സൗഫ, സൗഫ പോലെ. വ സീന്, സീന് പോലെ. ഇതാണ് ഹർഫ്. അപ്പോൾ കെലിമത്തുകൾ എത്ര വിധം? 3 വിധം: ഇസ്മ്, ഫിഅല്, ഹർഫ്. ഇതൊക്കെ ഓരോന്നിൻ്റെ നിർവചനം പിന്നീട് പറയും. ഇസ്മ എന്താണ്, ഫിഅൽ എന്താണ്, ഹർഫ് എന്താ. വലാ യുഅറബു മിൻഹ, ഇവകളിൽ നിന്ന് ഇറാബ് ചെയ്യപ്പെടൂല. ഇല്ലൽ ഇസ്മുൽ മുതമക്കിനു, മുതമക്കിനായ ഇസ്മൊഴികെ. വൽ ഫിഅലുൽ മുളാരിഉ, മുളാരിയായ ഫീലും ഒഴികെ. അപ്പോൾ ഫീലിൻ്റെ കൂട്ടത്തിൽ ഇറാബ് ഉള്ളത് ഒന്ന് മുളാരിയായ ഫീല്. ഇപ്പോൾ ഇതുപോലെ യദ്രിബു, അവിടെ നമ്മൾ മീസാനിൽ പഠിച്ചല്ലോ, ലം യദ്രിബ്. ലെന്ന് വന്നാൽ ലൻ യദ്രിബ, അതാണ് മുളാരിയായ ഫീൽ. അപ്പോൾ അത് മുഅറബ. എന്നാൽ മാലിയായ ഫീലോ എപ്പോഴും ലറബാന്നേ പറയുള്ളൂ, അതിനിക്ക് ഇറാബില്ല. ഇറാബില്ലാഞ്ഞാൽ അത് മബിനിയാണ്. മാലി ഫത്തീൻ്റെ മേൽ മബിനി എന്നാണ് നമ്മൾ പറയുക. എന്നാൽ മുത്തമക്കിനായ ഇസ്മ്, മുത്തമക്കിനായ ഇസ്മ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറാബ് സൗകര്യമായ ഇസ്മ്. ഇസ്മിൻ്റെ കൂട്ടത്തിലുണ്ട് അതേമാതിരി മുഅറബ്, മബിനി. ഇപ്പം ചില ഇസ്മുകളൊക്കെ വരും ഇൻഷാ അല്ലാഹ്. ഹഉലാഇ എന്നൊക്കെ പറഞ്ഞ അത് ഒരു ഇസ്മ, പക്ഷേ ആ ഇസ്മ് കസറിൻ്റെ മേൽ മബിനിയാണ് ഹഉലാഇ എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഇസ്മല്ല. ഇറാബ് ചെയ്യപ്പെടുന്ന മുഅറബായ ഇസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തമക്കിനായ ഇസ്മുകളിൽ ആ ഇറാബുകൾ മാറി മാറി വരാൻ സൗകര്യമുള്ള
ഇസ്മുകൾക്കാണ് മുഅറബായ ഇസ്മു എന്ന് പറയുന്നത്. അപ്പം മുഅറബായ ഇസ്മിനേക്കാണ് ഇറാബ് ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഇറാബ് സൗകര്യമായ മുത്തമക്കിനായ ഇസ്മ് മുളാരിയായ ഫീല്. വൽ ബാക്കി, ഈ മുത്തമക്കിനായ ഇസ്മ എന്ന് പറഞ്ഞാൽ ഇറാബ് മാറി വരാൻ സൗകര്യമായ മുഅറബായ ഇസ്മുകളും മുളാരിയ ഫീലും അല്ലാത്തത് മുഴുവൻ വൽ ബാക്കി, ബാക്കിയുള്ളത് മുഴുവൻ മബ്നിയുൻ, അത് മബ്നിയാണ്. മബ്നി എന്ന് പറഞ്ഞാൽ ഇറാബ് മാറാത്തത്, അവസാനത്തെ ഇറാബ്. വഹുവ, എന്താ മബ്നി എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്, ലാ യതഗയ്യറു ആഖിറുഹു, അതിൻ്റെ അവസാന അക്ഷരം വ്യത്യാസമാവൂല, ബിഖ്തിലാഫിൽ അവാമിലി, ആമിലുകൾ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ അവസാന അക്ഷരം മാറ്റം വരാത്തതിനേക്കാണ് മബ്നി എന്ന് പറയുന്നത്. ഏതുപോലെ കൽ മാലി, മാലി പോലെ, അംറിൽ ഹാദിരി, അംറു ഹാദിർ പോലെ, അംറു ഹാദിർ എപ്പോഴും അത് സുക്കൂന്റെ മേലും മബ്നിയാണ്. ഇളിബ് എന്നാ മാത്രം പറയാ, ഇളിബ ഇളിബി എന്നൊന്നും പറയില്ല. വൽ ഹർഫി, ഹർഫ് പോലെ, ബൽ വഖദ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊന്നും എപ്പോഴും അതേപോലെ ഉണ്ട്, അതിലൊന്നും ഇറാബുകൾ മാറി വരുന്നതല്ല. വമാ അഷ്ബഹ, ഇതിനോട് സാദൃശ്യമായവകളെ പോലെയും, ഏതുപോലെയൊക്കെ ഹൈസു, ഹൈസു പോലെ, വല്ലതി, അല്ലതി പോലെയും. അപ്പം ഈ പാഠത്തിൽ നമ്മൾ കാര്യമായിട്ട് പഠിച്ചത് മുഅറബ്, മബ്നി. മുഅറബ് എന്ന് പറഞ്ഞാൽ ഒരു കലിമത്തിൽ ഒരു ഇറാബ് പ്രവേശിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ അവസാനത്തിൽ മാറി വരുന്നതിനേക്കാണ് മുഅറബായ ഫിഅല്, മുഅറബായ ഇസ്മു എന്ന് പറയുക. ഏതുപോലെ യദ്രിബു, അതിപ്പോൾ മുഅറബ, മുളാരി ആ ഫീലുകൾ മുഅറബ. അതിൻ്റെ മുളാരി ആ ഫീലിൻ്റെ മേൽ റഫിൻ്റെ ആമിൽ എന്താ? റഫിൻ്റെ ആമിൽ ഒന്നുമല്ല, നസ്ബിൻ്റെയും ജസ്മിൻ്റെയും ആമിൽ പ്രവേശിക്കാതിരിക്കുക. അപ്പം യദ്രിബു എന്നുള്ളത് ഇപ്പം അവിടെ ആമിലുണ്ട്, എന്താ? രണ്ട് ആമിലും വന്നിട്ടില്ല, ജസ്മിൻ്റെ ആമിലും നസ്ബിൻ്റെ ആമിലും വരാത്തത് കൊണ്ട് യദ്രിബു മുളാരി ആ ഫീലിനൊക്കെ റഫാണ്. ഇനി ലമ്മ് വന്നാലോ, ജസ്മിൻ്റെ ആമിൽ വന്നാൽ ലം യദ്രിബ്, ലന്ന് വന്നാൽ ലൻ യദ്രിബ. അപ്പം ഓരോ ആമിൽ മാറുന്നതിനനുസരിച്ച് അവസാനത്തെ ഇറാബ് മാറി വരുന്ന ഇസ്മുകൾക്ക് മുഅറബായ ഇസ്മു എന്നും, അതിൻ്റെ അവസാനമുള്ള നാം കാണുന്ന ഈ ഇറാബ് ഹർക്കത്തുണ്ടല്ലോ, അതിന് ഇറാബ് എന്നും പറയും. അപ്പോഴാണ് അത് ഇറാബായി വരുന്നത്, അല്ലെങ്കിൽ അത് ഇറാബാവില്ല. എന്നതുപോലെ ഇതിൻ്റെ ആമിൽ പ്രവേശിക്കുന്നത് കാരണം അവസാനം മാറി വന്നില്ല നിൽക്കുക, അവകളൊക്കെ ഏതുമാണ്? മബ്നിയാണ്. ഏതുപോലെ ഹാ ഉലായി, കസ്റിന്റെ മേലിൽ മബ്നിയ ഹാ ഉലായി. അവിടെ പിന്നെ എങ്ങനെ പറയും? ഇന്ന ഹാ ഉലായി, ഇന്ന അത് പറഞ്ഞിടത്ത് ഇന്ന നസ്ബിന്റെ ആമിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചില്ല, പഠിക്കും. അപ്പം ഇന്ന സെയ്ദൻ എന്ന് പറയും, ഇന്ന അംറൻ, ഇന്നൽ മസ്ജിദ, അങ്ങനെയൊക്കെ പറയും. അന്നൽ മസാജിദ, അന്ന വന്നപ്പോൾ നസ്ബ് ചെയ്തു. പക്ഷെ അത് ഹാവുലായില വരുന്നെച്ചെങ്കിലോ അന്ന ഹാവുല, ഈ നഹാവുല എന്ന് പറയില്ല, അത് മബ്നിയായ ഇസ്മാണ്. അപ്പോൾ അവിടെ ഇറാബ് മാറി വരൂല. ആ രണ്ടെണ്ണം നമ്മൾ വിശദമായി മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അപ്പം ആമിലുകൾ മാറി മാറി എത്ര മാറിയാലും അതിൻ്റെ അവസാനത്തെ ഇറാബ് മാറാതെ വരുന്നതിനേക്ക് മബ്നി എന്നും, ആമിലുകൾ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ അവസാനം ഇറാബ് മാറി വരുന്നതിനേക്ക് മുഅറബ് എന്നുമാണ് പറയുക. അപ്പം ശരിക്കും ഈ പാഠം ശരിക്കും ഒന്ന് വായിക്കുക, ശരിക്കും ഒന്ന് അർത്ഥം വെക്കുക, എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ മുതൽ ഇൻഷാ അല്ലാഹ് പഠിക്കാം. അസ്സലാമു അലൈക്കും.